ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്തതായിരുന്നു. അവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അതിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയറിലാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്. അതെല്ലാവർക്കും ഒരുവിധം അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ദേ ഹാവ് എ ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. അല്ലെ, സോളിഡിന് ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. അവരുടെ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് അടുത്തടുത്താണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Intermolecular forces are strong. They have strong force of attraction compared to liquid and gaseous state. Their constituent particles, അത് atoms ആവാം, molecules ആവാം, ions ആവാം, have fixed position and can only oscillate about their mean positions. അതായത് ഇതിലെ പാർട്ടിക്കിൾസിന് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് പൊസിഷനിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ മാത്രം അതിന് ചെറുതായിട്ട് മാത്രമാണ് ഓസിലേഷൻ പോസിബിൾ. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം ദേ ഹാവ് എ ഫിക്സഡ് പൊസിഷൻ. ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. നമുക്കത് കംപ്രസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് സോളിഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ്, നമ്മളിവിടെ സോളിഡ് സ്റ്റേറ്റിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതെന്താ നോക്കാം. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ക്രിസ്റ്റലൈൻ ഓർ അമോർഫസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓർഡർ പ്രസൻറ്റ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിൽ ഒരു ഡെഫിനിറ്റ് ഓർഡറിലായിരിക്കും പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അമോർഫസ് സോളിഡിൽ ഈ ഡെഫിനിറ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കാണില്ല. അതാണ് അത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നമുക്ക് എന്താണെന്നുള്ളത് ഒന്നും കൂടി നോക്കി നോക്കാം. A crystalline solid usually consists of a large number of small crystals, each of them having a definite characteristic geometrical shape. അതിനൊരു definite characteristic geometrical shape ഉണ്ടായിരിക്കും. In a crystal, the arrangement of constituent particles, അത് atoms ആവാം, molecules ആവാം, അല്ലെങ്കിൽ ions ആവാം, is ordered. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. It has a long range order, which means that there is a regular pattern of arrangement of particles which repeat itself periodically over the entire crystal. ആ ക്രിസ്റ്റൽ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു റെഗുലർ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ആ ഒരു റെഗുലർ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് കാരണമാണ് ഇതിനെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. അതായത് നമ്മൾ കുറച്ച് കൂടുതൽ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കുറേ നേരം അല്ലെങ്കിൽ കുറേ റേഞ്ച് വരെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ലോങ് റേഞ്ച് ഓർഡർ. കുറച്ച് കഴിഞ്ഞാൽ ആ പാറ്റേണിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് എന്ന് പറയുന്നത്. An amorphous solid consists of particles of irregular shape. Amorphous solidൽ പാർട്ടിക്കിൾസിന് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. The arrangement of constituent particles, that is atoms, molecules or ions, in such a solid has only short range order. In such an arrangement, a regular and periodically repeating pattern is observed over a short distance only. അതായത് കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ ഈ റെഗുലർ പാറ്റേൺ നമ്മൾ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻസ് വരികയാണ്, മാറ്റങ്ങൾ വരികയാണ് ഈ റെഗുലർ പാറ്റേണിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് എന്ന് പറയുന്നത്. സച്ച് പൊസിഷൻസ് ആർ സ്കാറ്റേർഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ അറേഞ്ച്മെൻറ്റ്സ് ഈസ് ഡിസോർഡേർഡ്. ഇടയ്ക്കിടയ്ക്ക് ഡിസോർഡേർഡ് അറേഞ്ച്മെൻറ്റ് വരും, ഇടയ്ക്കിടയ്ക്ക് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റും വരും. അതാണ് ഈ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണാം.
2-dimensional structure of crystalline quartz and amorphous ആയിട്ടുള്ള quartz ഗ്ലാസ്സുമാണ്. അതിൽ ഫസ്റ്റ് വണ്ണിൽ ക്രിസ്റ്റലൈൻ സോളിഡിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെഗുലർ ആയിട്ടുള്ള പാറ്റേൺ കാണുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റെഗുലർ പാറ്റേണിലാണ് കാണുന്നത്. എന്നാൽ അമോർഫസ് സോളിഡിൽ ഇങ്ങനെ ഒരു റെഗുലർ പാറ്റേൺ കാണുന്നില്ല, അത് ഡിസോർഡേർഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്, ഇത് ലോങ് റേഞ്ച് ഓർഡർ ആണ് എന്ന് പറയുന്നത്. Next, crystalline solids have sharp melting point. On the other hand, amorphous solids soften over a range of temperature and can be molded and blown into various shapes. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റിങ് തുടങ്ങുക. എന്നാൽ അമോർഫസ് സോളിഡിന് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പതുക്കെ അത് സോഫ്റ്റ് ആയി തുടങ്ങും, പിന്നെ പതുക്കെ അത് മെൽറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുക. പക്ഷേ ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കറക്റ്റ് അത് മെൽറ്റ് ചെയ്യും. അതാണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. On heating, they become crystalline at some temperature. Some glass objects from ancient civilization are found to be milky in appearance because of some crystallization. അപ്പോൾ ഈ അമോർഫസ് സോളിഡ്സ് ചൂടാക്കി കഴിഞ്ഞാൽ ചില ടെമ്പറേച്ചറിൽ അത് ക്രിസ്റ്റലൈൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഏൻഷ്യൻ സിവിലൈസേഷനിൽ കാണപ്പെടുന്ന കുറച്ച് ഗ്ലാസ് ഒബ്ജക്ട്സ് മിൽക്കി ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ബിക്കംസ് മിൽക്കി ഇൻ അപ്പിയറൻസ് ബിക്കോസ് ഓഫ് സം ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ അത് കുറച്ച് ടെമ്പറേച്ചറിൽ മാറ്റം വന്നത് കാരണം അതിൻ്റെ ഒരു ഫിസിക്കൽ നേച്ചർ അമോർഫസ് നിന്ന് ക്രിസ്റ്റലൈൻ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് അത് മിൽക്കി ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കുറേ കാലങ്ങൾക്ക് ശേഷം, ഇവിടെ ഏൻഷ്യൻ സിവിലൈസേഷനിൽ കാണപ്പെടുന്ന ഗ്ലാസ് ഒബ്ജക്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സം ടെമ്പറേച്ചേഴ്സിൽ അത് ക്രിസ്റ്റലൈൻ ആയി മാറാം. Amorphous solids have a tendency to flow. So these solids are called supercooled liquids or pseudo liquids. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിന് അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതിന് ഒരു ടെൻഡൻസി ടു ഫ്ലോ നമുക്ക് കാണാം. അത് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പറഞ്ഞതാണ്. ദ ബിൽഡിങ്സ് ഓഫ് ദ ഓൾഡ് ബിൽഡിങ്സിലെ ഗ്ലാസ് പെയിൻസ് ദേ ആർ തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. അതിൻ്റെ കാരണം എന്താണ്? ഗ്ലാസ് പാർട്ടിക്കിൾസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയത് കാരണം അതിലെ പാർട്ടിക്കിൾസ് പതുക്കെ ഫ്ലോ ചെയ്ത് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ഫ്ലോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അമോർഫസ് സോളിഡ്സ് കാണിക്കുന്നുണ്ട്. Crystalline solids are anisotropic in nature. That is, some of their physical properties like electrical resistance or refractive index show different values when measured along different directions in the same crystal. This arises from different arrangement of particles in different directions. Since the arrangement of particles is different along different directions, the value of same physical properties is found to be different along different directions. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് അനൈസോട്രോപ്പിക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് ആണ് ഇതെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് റെഡ് സർക്കിളും കാണാം, ബ്ലൂ ബോൾസും കാണാം, സ്മോൾ സർക്കിൾസ് ബോൾസും കാണാം. അതിൽ നമ്മൾ എ ബി എന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എ ബി എന്ന ഡയറക്ഷനിലാണ് ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആവട്ടെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എ ബി എന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഈ ലൈനിൻ്റെ അപ്പുറം ഇപ്പുറം എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ ബോൾസ് ആണ് കാണുന്നത്. ഈ ബ്ലൂ കളർ ബോൾസ് ആണ് ഒരു സൈഡിൽ കംപ്ലീറ്റ് കാണുന്നത്. എന്നാൽ ഈ സൈഡിൽ റെഡ് കളർ സർക്കിൾ ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒരു പെർട്ടിക്കുലർ മെഷർമെൻ്റ് ആണ് കാണിക്കുക. എന്നാൽ നമ്മൾ സി ഡി എന്ന ഡയറക്ഷനിലാണ് ഇത് മെഷർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. സി ഡി എന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സി ഡി എന്ന ലൈനിൻ്റെ ഈ സൈഡിൽ സർക്കിൾ കാണാം, ഈ സൈഡിൽ ബ്ലൂ കളർ ബോൾ കാണാം, പിന്നെ സർക്കിൾ, പിന്നെ ബ്ലൂ കളർ ബോൾ. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അതേ രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ആൾട്ടർനേറ്റ് പൊസിഷൻസിലാണ് ഈ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ സി ഡി എന്ന ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് ഈ രണ്ട് പാർട്ടിക്കിൾസും ഇതിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ എ ബി എന്ന ഡയറക്ഷനിൽ
വേറൊരു രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിലുള്ള മാറ്റം കാരണമാണ് അത് ഈ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ് ആണ് കാണിക്കുക. അത് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകതയാണ്. കാരണം ദീസ് പാർട്ടിക്കിൾസ് ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേണിലാണ് ഈ ക്രിസ്റ്റലിൽ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് ഇത് അനൈസോട്രോപ്പിക് ബിഹേവിയർ കാണിക്കുന്നത്. എന്നാൽ അമോർഫസ് സോളിഡ്സ് ഓൺ ദ അതർ ഹാൻഡ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഈസ് നോ ലോങ് റേഞ്ച് ഓർഡർ ഇൻ ദം ആൻഡ് അറേഞ്ച്മെൻറ്റ് ഈസ് ഇറഗുലർ അലോങ് ഓൾ ഡയറക്ഷൻസ്. അപ്പം നമ്മളുടെ അമോർഫസ് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഐസോട്രോപ്പിക്. ദേ ആർ ഐസോട്രോപ്പിക്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആണ്, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ആണ്. അപ്പോൾ ഐസോട്രോപ്പിക് ആവാനുള്ള കാരണം എന്താണ്? അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇല്ല. സോ ദേ ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ഇല്ല എന്ന് പറയാം. അത് കാരണം ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഏകദേശം ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അത് ഐസോട്രോപ്പിക് ആണ് എന്ന് പറയുന്നത്. എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം, ഡിഫറൻസ് എന്ന രീതിയിൽ പറഞ്ഞു നോക്കാം. ഷേപ്പ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ദേ ഹാവ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ്. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ ദേ ഹാവ് ഇറഗുലർ ഷേപ്പ്. നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന പ്രോപ്പർട്ടി എടുക്കാം. മെൽറ്റ് അറ്റ് എ ഷാർപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ചെയ്യുക. അമോർഫസ് സോളിഡ്സിൽ ഗ്രാജുവലി സോഫ്റ്റൻ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ഒരു ഡെഫിനിറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ അതിൻ്റെ മെൽറ്റിങ് നടക്കും. ആ ടെമ്പറേച്ചറിൽ അത് സോഫ്റ്റ് ചെയ്ത് പതുക്കെ അത് മെൽറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാം. ക്ലീവേജ് പ്രോപ്പർട്ടി. വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ they split into two pieces and the newly generated surface are plain and smooth. അപ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജുള്ള നൈഫ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിനിൽ ആണ് അത് കട്ട് ചെയ്ത് പോവുക. അതായത് നമുക്ക് കൃത്യമായിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. In amorphous solids, when cut with sharp-edged tool, they cut into two pieces with irregular surface. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള കട്ടിങ് അവിടെ അമോർഫസ് സോളിഡ്സിൽ പോസിബിൾ അല്ല. ഇറഗുലർ സർഫസ് ഉള്ള രണ്ട് പീസസ് ആയിട്ടാണ് അത് കട്ടാവുക. എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉള്ള രണ്ട് പീസസ് ആയിട്ട് അത് കട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഈസ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദേ ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ എത്ര എനർജി അപ്ലൈ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നെക്സ്റ്റ് ഈസ് അനൈസോട്രോപ്പിക്. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ദെൻ അതിൻ്റെ നേച്ചർ നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്, എന്നാൽ അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓർഡർ ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ലോങ് റേഞ്ച് ഓർഡർ ആണെങ്കിൽ അമോർഫസ് സോളിഡ്സിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. Crystalline solids are divided into molecular, ionic, metallic and covalent solids based on their nature of intermolecular force. ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമുക്ക് മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലൻറ്റ് സോളിഡ്സ് ആയിട്ട് അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Molecular solids. These are further divided into non-polar molecular solids, polar molecular solids and hydrogen bonded molecular solids. അതിൽ non-polar molecular solids എന്താ നോക്കാം. These solids are soft and non-conductors of electricity. They have low melting point and are usually in liquid or gaseous state at room temperature. They are held by weak
ലണ്ടൻ ഓർ വാണ്ടർവാൾസ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് നോൺ പോളാർ സോളിഡ്സിൻ്റെ പ്രത്യേകത. നോൺ പോളാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള സോളിഡ്സിനെയാണ് നമ്മൾ നോൺ പോളാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ H2 മോളിക്യൂൾ, അതേപോലെ Cl2 മോളിക്യൂൾ, I2 മോളിക്യൂൾ എക്സെട്ര. And they have weak force of attraction. Next, polar molecular solids. The molecules of the substances like HCl, SO2, etc. are formed by polar covalent bond. The molecules in such solids are held together by relatively stronger dipole-dipole interactions. These solids are soft and non-conductors of electricity. Their melting points are higher than those of non-polar molecular solids, yet most of these gases or liquids under room temperature. Most of them are gases or liquids at room temperature. Example, sulfur dioxide. അവിടെ പോളാർ മോളിക്കുലാർ സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് എ സ്ട്രോങ്ങർ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഡൈപോൾ ഇൻട്രാക്ഷൻ എന്താണെന്നുള്ളത്. ആൻഡ് ദീസ് സോളിഡ്സ് ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത് കൂടുതലും ഗ്യാഷ്യസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് റൂം ടെമ്പറേച്ചറിൽ കാണുന്നത്. അതിൽ സോളിഡ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് സോളിഡ് അമോണിയ NH3 ആർ സം എക്സാമ്പിൾസ് ഓഫ് സച്ച് സോളിഡ്സ്. അപ്പോൾ പോളാർ molecular solids ആണ് next hydrogen bonded molecular solids. These molecules, the molecules of such solid contain polar covalent bond between hydrogen and fluorine, oxygen or nitrogen. ഇതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഹൈഡ്രജനും അതേപോലെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ ആറ്റംസ് ഇത് തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് bind molecule of such solids like H2O, ice. They are non-conductors of electricity. Generally, they are volatile liquids or soft solid under room temperature and pressure. അപ്പം ഇത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്കുലാർ സോളിഡ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സ് ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് പൊതുവെ സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ്സ് ആയിരിക്കും. അപ്പോൾ പോളാർ, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് പറയുമ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ H2, Cl2, I2 എക്സെട്ര. അതൊക്കെ നമുക്ക് നോൺ പോളാർ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു HCl, SO2 എക്സെട്ര. അപ്പോൾ രണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉള്ള രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡൈപോൾ ഇൻട്രാക്ഷൻ വഴിയാണ് ഈ മോളിക്യൂൾസ് ഫോം ചെയ്യുക. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്കുലാർ സോളിഡ്സിൽ ഹൈഡ്രജൻ മസ്റ്റാണ്. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രോജനും മസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് സോളിഡിൻ്റെ എക്സാമ്പിളായിട്ട് ഡയമണ്ട് ഉണ്ട്, അയോണിക് സോളിഡിൻ്റെ എക്സാമ്പിളായിട്ട് NaCl ഉണ്ട്, മോളിക്കുലാർ സോളിഡിൻ്റെ എക്സാമ്പിളായിട്ട് H2O ഉണ്ട്. ഇത് ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് ഈ പിക്ചർ കൊടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അയോണിക് സോളിഡ്സ്. Ions are constituent particles of ionic solid. Ionic solidsൽ മെയിൻ ആയിട്ട് വരിക ions ആണ്. അത് കാറ്റയോൺസും ആനയോൺസും ആണ് വരിക. Such solids are formed by 3-dimensional arrangement of cations and anions bound by strong Coulombic or electrostatic force. കാരണം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വരിക. ദീസ് സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ ഇൻ നേച്ചർ. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. അതിന് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും, ഹാർഡ് ആയിരിക്കും ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. Since the ions are not free to move about, they are electrical insulators in solid state. Solid stateൽ ഇത് electricity conduct ചെയ്യില്ല, electrical insulators ആയിട്ടാണ് act ചെയ്യുക. However, in molten state or when dissolved in water, the ions become free to move about and they conduct electricity. അപ്പോൾ അത് ഈ ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് മാറി മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന നേച്ചറാണ് കാണിക്കുക. കാരണം ദ അയോൺസ് ബിക്കം ഫ്രീ ടു മൂവ്, സോ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി.
അതിൻ്റെ ഒരു എക്സാമ്പിളാണ് NaCl. NaCl ആ ബ്ലൂ കളറുള്ള ബിഗ് ബോൾസ് Cl- ആണ് കാണിക്കുന്നത്. ആൻഡ് ഗ്രീൻ കളറുള്ള ചെറിയ ബോൾസ് Na+നെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് NaCl മോളിക്യൂൾ, അയോണിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റൽസ് ആർ orderly collection of positive ions surrounded by and held together by a sea of free electrons. These electrons are mobile and are evenly spread out throughout the crystal. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ ഇലക്ട്രോണിൻ്റെ സീ സറൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് മെറ്റാലിക് സോളിഡ്സിലുള്ള അറേഞ്ച്മെൻറ്റ് വരിക. ഈച്ച് മെറ്റൽ ആറ്റം കോൺട്രിബ്യൂട്ട്സ് 1 or more ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദിസ് സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺ. മൊബൈൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. എല്ലാ മെറ്റൽസിൽ നിന്നും 1 or 2 ഇലക്ട്രോൺസ് ഈ മൊബൈൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സീ ഓഫ് ഇലക്ട്രോൺസിലേക്ക് വരുന്നുണ്ട്. These free mobile electrons are responsible for high electrical and thermal conductivity of metals. When an electric field is applied, these electrons flow through the network of positive ions. അപ്പോൾ ഈ ഒരു മൊബൈൽ ഇലക്ട്രോൺ ഉള്ളത് കാരണമാണ് മെറ്റാലിക് സോളിഡ്സ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദേ ആർ ഓൾസോ തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസും കൂടിയാണ്. സിമിലർലി when heat is supplied to one portion of the metal, the thermal energy is uniformly spread throughout by free electron. അപ്പോൾ നമ്മൾ ഒരു അറ്റം ചൂടാക്കി കഴിഞ്ഞാൽ മറ്റേ അറ്റം കൂടിയും ചൂടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് മൊബൈൽ ഇലക്ട്രോൺസ്. അതാണ് ഈ തെർമൽ എനർജീനെ കണ്ടക്ട് ചെയ്യുന്നത്. Another important characteristics of metal is their luster and color in certain cases. This is also due to the presence of free electrons in them. Metals are highly malleable and ductile. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. They are lustrous in appearance, shiny appearance കാണിക്കും. And also they are malleable and ductile. അതായത് നമുക്ക് അടിച്ച് പരത്താനും കഴിയും, അതേപോലെ വലിച്ചു നീട്ടാനും കഴിയും മെറ്റൽസിന്. അതാണ് മെറ്റാലിക് സോളിഡ്സിൻ്റെ പ്രത്യേകത. Next is covalent or network solid. A wide variety of crystalline solids of non-metals result from the formation of covalent bond between adjacent metal throughout the crystal. They are also called giant molecules. Covalent bonds are strong and directional in nature. Therefore, atoms are held very strongly at their position. Such solids are very hard and brittle. They have extremely high melting point and may even decompose before melting. They are insulators and do not conduct electricity. അപ്പോൾ കോവാലന്റ് സോളിഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയുന്നത് they are also called giant molecules. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സിലിക്ക എക്സെട്ര. ഇത് നമ്മൾ പി ബ്ലോക്ക് എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്തതാണ്. കോവാലന്റ് ബോണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ദേ ആർ സ്ട്രോങ്. കോവാലന്റ് ബോണ്ട് ആർ സ്ട്രോങ് ആൻഡ് ഡയറക്ഷണൽ ഇൻ നേച്ചർ. അപ്പോൾ നമുക്ക് ആദ്യം ഡയമണ്ട് നോക്കാം. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ദേ ആർ ക്രിസ്റ്റലൈൻ. ഇറ്റ് ഹാസ് എ ക്രിസ്റ്റലൈൻ ലാറ്റിസ്. In diamond, each carbon atom undergoes sp3 hybridization and linked to 4 other carbon atoms by using hybridized orbitals in tetrahedral fashion. ഏതൊരു കാർബൺ ആറ്റം എടുത്തു നോക്കിയാലും അത് തൊട്ടടുത്തുള്ള 4 കാർബൺ ആറ്റംസിലേക്ക് ബോണ്ടഡ് ആയിരിക്കും. ആൻഡ് ഈച്ച് കാർബൺ ഈസ് sp3 hybridized. Carbon bond length is 154 പൈക്കോമീറ്റർ. ഇതാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ. ഇത് ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റിലുള്ളതാണ്. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതേ പിക്ചർ നമുക്ക് കാണാം. നെക്സ്റ്റ് ഗ്രാഫൈറ്റ്. ഇറ്റ് ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ. Layers are held by van der Waals forces and the distance between two layers is 340 picometer. ഒരു വീക്ക് van der Waals force of attraction ആണ് ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ വരുന്നത്. And the distance between two layers are 340 picometer. Each layer is composed of planar hexagonal rings of carbon atom and the carbon bond length is 141.5 picometer. ഈ hexagonal rings പോലെയാണ് കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അതിലെ കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 141.5 പൈക്കോമീറ്റർ ആണ്. ആൻഡ് ഈച്ച് കാർബൺ ഇൻ ദിസ് ഹെക്സഗണൽ റിംഗ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പം ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ആൻഡ് ഈച്ച് കാർബൺ ഈസ് കണക്റ്റഡ് ടു 3 അതർ കാർബൺ ആറ്റംസ് ആൻഡ് ഇറ്റ് മേക്സ് 3 സിഗ്മ ബോണ്ട്സ് വിത്ത് 3 നൈബറിംഗ് കാർബൺ ആറ്റംസ്. 4th ഇലക്ട്രോൺ ഫോം എ പൈ ബോണ്ട്. അതിൽ 4ാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പൈ ബോണ്ടിങ്ങിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദിസ് മേക്സ് ഗ്രാഫൈറ്റ് സ്ലിപ്പറി വിച്ച് മേക്സ് ഇലക്ട്രോൺസ് മൂവ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ 4th ഇലക്ട്രോൺ ഫ്രീ ആയത് കാരണമാണ് ഗ്രാഫൈറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ഫ്രീ അല്ലെങ്കിൽ മൊബൈൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റിനെ സഹായിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ലെയേഴ്സ് തമ്മിലൊരു വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആയതുകൊണ്ട് ദീസ് ലെയേഴ്സ് ക്യാൻ സ്ലിപ്പ് വൺ ഓവർ അനദർ. അപ്പോൾ ഈ ലെയേഴ്സ് വളരെ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം നമ്മൾ സോഫ്റ്റ് നേച്ചറാണ് ഗ്രാഫൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോളിഡ് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ചാണ്. അത് 3 ടൈപ്പ് ഉണ്ട്: നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. പിന്നെ അയോണിക് സോളിഡ്സ് ഉണ്ട്, മെറ്റാലിക് സോളിഡ്സ് ഉണ്ട്, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സും ഉണ്ട്. ഇത് ടെക്സ്റ്റിലൊരു ടാബുലാർ കോളത്തിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യണം. ടേബിൾ 1.2 ഒന്ന് റെഫർ ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെല്ലാണ് ഡിസ്കസ് ചെയ്യുക.